പരിപ്പ് കഴുകിയിട്ട് ഇറശ്ശേരിൻ്റെ പണി നോക്കാം. ഇതും നല്ല പച്ചക്കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ, അതും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. പരിപ്പിൻ്റെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ മുറിച്ചിടണം ഇറശ്ശേരിൻ്റെ കായ. പരിപ്പ് കഴുകിയിട്ടിട്ട് പുളിവെള്ളം പരുന്നേ. പച്ചമുളക്, കുറച്ച് മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ഇടും കുറച്ച്. കറിവേപ്പില ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെക്കട്ടെ. ഉള്ളി ഇടുന്നുണ്ട്, തേങ്ങ, ജീരകം, ചുവന്ന മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ വറവിടുക. ഇത് വറവ് ഇട്ടിന് കേട്ടോ.